ഓക്കെ. അപ്പം നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലിഫ്റ്റ് വരെയുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ഇന്നലെയും ലാസ്റ്റ് ദിവസം ഒരു ലിഫ്റ്റിൻ്റെ 2 പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ പിന്നെന്താണ് പറയാനുള്ളത്? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയും നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതാണ് വർക്ക് എനർജി ഇക്വേഷൻ ഇൻ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ. നമ്മൾ റെക്റ്റിലിനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും എന്താണ് കൈനറ്റിക്സും കൈനമാറ്റിക്സും ഒക്കെ പഠിച്ചു ഇത്രയും നേരം. ഇനി അതിന്റെ വർക്ക് എനർജി ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. നമുക്ക് ഇൻ മെക്കാനിക്സ് വർക്ക് ഈസ് In mechanics, what is said to be done whenever the point of application of force, അതായത് വർക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് മൂവ് അലോങ് ദ ലൈൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഓർ അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ബോഡി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിലാണ് അവിടെ വർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു തിയറട്ടിക്കൽ ടേം ആണ്. The work done by a force F during a differential displacement ds of its point of application is F cos theta into ds എന്നാണ് പറയുന്നത്. അതായത് വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഒരു ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഡി എസിൽ ഉണ്ടാകുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് എഫ് കോസ് തീറ്റ ഡി എസ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. വേർ തീറ്റ, ഈ ഫിഗർ നോക്കിയാൽ കാണാം. വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എസ്. ഇതാണ് എഫ്. ഓക്കെ, ഈ ഡി എസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എസ്. ഇങ്ങനെയാണ് എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് ഡി എസും എഫും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി എഫ് കോസ് തീറ്റ അറിയാലോ. എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ ഉണ്ട്. എഫ് കോസ് തീറ്റ ഈസ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് എഫ് കോസ് തീറ്റ. അപ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നത് എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിൽ ആക്ട് ചെയ്യുന്നത് എഫ് കോസ് തീറ്റ ആണ്. നോക്കെ, ഇനിയിപ്പോ ഇവിടെ വർക്ക് ഡൺ ഇക്വേഷൻ എഫ് കോസ് തീറ്റ ഡി എസ് ആണല്ലോ. ഇനി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നേരെ വെർട്ടിക്കൽ ആണെങ്കിൽ അവിടെ എഫ് സൈൻ തീറ്റ ഡി എസ് വരും കേട്ടോ. നിങ്ങൾ ഓർത്തിരുന്നോണം, ഇവിടെ എഫ് കോസ് തീറ്റ ഡി എസ് ആണ്. ഇനി ഈ ബോഡി അപ്വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരും. അപ്വേർഡ്, ഇതിപ്പോ ഹൊറിസോണ്ടൽ ആണ് മൂവ് ചെയ്യുന്നത്, മറ്റേ വെർട്ടിക്കൽ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ എഫ് സൈൻ തീറ്റ ഡി എസ് എന്ന് എഴുതണേ. അത് നോട്ട് ചെയ്ത് വെച്ചോ, നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി വർക്ക് ഡൺ മേ ബി ഇന്റർപ്റ്റ് ആസ് ഫോളോ. അല്ലെങ്കിൽ വർക്ക് ഡൺ എങ്ങനെ ചെയ്യാൻ പറ്റും? എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസിക്കൽ എഫ് ഡി എസ് കോസ് തീറ്റ. അതായത് ഡി എസ് കോസ് തീറ്റ ആണ് ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണ്. അപ്പൊ ഈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എസ് കോസ് തീറ്റ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. Therefore dw is equal to the component of work ആണ് dw. അതായത് ഈ ഡയറക്ഷനിലുള്ള വർക്കിന്റെ കമ്പോണന്റ് ആണ് നമ്മൾ dw എന്ന് പറയുന്നത്. dw is equal to f ds cos theta. പിന്നെ പറയുന്നത് വർക്ക് ഈസ് പോസിറ്റീവ് when the force or component of force in the direction of displacement. പിന്നെ വർക്ക് നെഗറ്റീവ് ആയിരിക്കും if it is in the opposite direction. Okay, പിന്നെ വർക്ക് done with the force of gravity പോസിറ്റീവ് ആയിരിക്കും വെൻ ബോഡി എങ്ങനെ ഹയർ എലിവേഷൻ ടു ലോവർ എലിവേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഫ്രിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന വർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മോഷന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും. ഡയറക്ഷൻ ഓഫ് അറിയാലോ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മോഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷനിൽ കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ യൂണിറ്റ് ഓഫ് വർക്ക് നമുക്കറിയാം ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്. അപ്പം നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് നമ്മൾ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ജൂൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. 1 ന്യൂട്ടൺ മീറ്റർ ആണ് 1 ജൂൾ. ഓക്കെ, ഇറ്റ്സ് എ വർക്ക് ഡൺ ബൈ എ, അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എ 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ് മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ്. ഓക്കെ, മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ഡി ഡബ്ല്യു, അതായത് കമ്പോണന്റ് ഓഫ് വർക്ക് ആയിരുന്നു ഡി ഡബ്ല്യു എഫ് ഡി എസ് കോസ് തീറ്റ. ഇനി എമൗണ്ട് ഓഫ് വർക്ക് ഡബ്ല്യു കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡബ്ല്യു ഇസ് ഈക്വൽ ടു, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്,
W is equal to integral of f cos theta into ds. ഓക്കെ, ഇനി കുറച്ച് കേസസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എഫ് കോൺസ്റ്റന്റും, ഇവിടെ എഫ് കോൺസ്റ്റന്റും തീറ്റ എന്ന് പറഞ്ഞാൽ സീറോയും ആയിരിക്കും. അതായത് ഇങ്ങനെ ഈ ഫിഗർ ആണ്, കണ്ടല്ലോ. എഫ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫോഴ്സ് ഈ ബോഡിയിൽ കൊടുക്കുന്നു, അത് ഈ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷന് പാരലായിട്ട് തന്നെ ആയിരിക്കും, ആംഗിൾ അല്ല, പാരലായിട്ട് തന്നെ ആയിരിക്കും. കണ്ടോ, എഫ് ഈസ് പാരലൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് എസ്. അങ്ങനെ കണ്ടീഷനിൽ തീറ്റ സീറോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദ ഡിസ്പ്ലേസ്മെന്റ് എസ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈ കണ്ടീഷനിൽ. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഏരിയ തന്നെയാണ്, വർക്ക് ഡണ്ണും ഏരിയയും സെയിം തന്നെയാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് കണ്ടീഷൻ, വെൻ ദ ഫോഴ്സ്, ഇതുപോലെ തന്നെ ഫോഴ്സ് കോൺസ്റ്റന്റും പിന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു തീറ്റ ആംഗിൾ ആണ്. അതാണ് ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. കാരണം തീറ്റ ഇതിന് പാരലല്ല, എഫ് ഡിസ്പ്ലേസ്മെന്റിന് പാരലല്ല, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത്, ആംഗിളാണ് തീറ്റ. അങ്ങനെ വരുമ്പോഴുള്ള കണ്ടീഷനാണ് W is equal to F cos theta into S. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, എഫ് കോസ് തീറ്റ ds ആയിരുന്നു, ഇവിടെ ഇപ്പോൾ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ആണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് തന്നെയാണ്, ഇതിന്റെ അകത്തിൽ വരുന്നതാണ് അതിന്റെ ഏരിയ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ലീനിയർലി വേരി ചെയ്യുകയാണ്. അതായത് ഇങ്ങനെയാണ്, ഫോഴ്സ് ലീനിയർലി വേരി ചെയ്യുകയാണ്, പിന്നെ അവിടെ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഓക്കെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതായത് ഫോഴ്സ് ലീനിയർലി വേരി ചെയ്യുകയും തീറ്റ എന്ന് പറഞ്ഞാൽ സീറോ ആകുന്നതും കണ്ടീഷനാണ്. അപ്പം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1/2 എഫ് ഇൻറ്റു എസ് വരും. ഈ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when f is equal to a function of displacement, അതായത് ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, then work done W is equal to the area under the curve 1/2 of the displacement diagram. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അപ്പം ഈ 1/2 ആക്ട് ചെയ്യുന്ന ഏരിയ ആയിരിക്കും വർക്ക്. അതാണ് ഇന്റഗ്രൽ 1/2 ഇൻറ്റു എഫ് ഇൻറ്റു ഡി എസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കണം, ഈ മൂന്ന് കണ്ടീഷനിൽ വർക്കിന്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണ് ഒന്നുകൂടെ കാണിച്ചു തരാം. എഫ് ഇൻറ്റു എസ് ഉണ്ട്, എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്, 1/2 എഫ് ഇൻറ്റു എസ്, പിന്നെ ഇന്റഗ്രൽ 1 to 2 എഫ് ഇൻറ്റു ഡി എസ്. ഇത്ര 4 കണ്ടീഷനുണ്ട്. പിന്നെ ഒരു കോമൺ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. A common example of work done by a variable force is the compression of a spring. അതായത് ഇവിടെ ഒരു സ്പ്രിങ് തന്നിട്ടുണ്ട്, ഇതാണ് സ്പ്രിങ്, ഇതിനെ കംപ്രസ് ചെയ്യുക, കണ്ടോ, ഫോഴ്സ് വെച്ച് കംപ്രസ് ചെയ്തു ഇങ്ങനെ. അപ്പൊ സ്പ്രിങ് ഫോഴ്സിനെയാണ് ആൽഫ എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെ സ്പ്രിങ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. സ്പ്രിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. കെ എന്ന് പറഞ്ഞാലാണ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ, അതായത് 1/2 kx² നേട്ടം ഇവിടെ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതാണ് വർക്ക് എനർജി ഇക്വേഷൻ. ഇനി നമ്മൾ വർക്ക് എനർജി ഇക്വേഷൻ അല്ല, ഇനി നമ്മൾ എനർജി എന്താണെന്ന് നോക്കണം. എനർജി അറിയാലോ, എനർജി എന്താണ്? ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് നോൺ ആസ് എനർജി. ഈ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് വർക്ക് തന്നെയാണ്, അതായത് ജൂൾ തന്നെയാണ് യൂണിറ്റ് ഓഫ് എനർജിയും. യൂണിറ്റ് ഓഫ് വർക്കും യൂണിറ്റ് ഓഫ് എനർജിയും ജൂൾ ആണ്. പിന്നെ നമുക്ക് രണ്ട് തരം എനർജി ഉണ്ടെന്ന് അറിയാലോ, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബോഡി ഇൻ മോഷനിലുള്ള എനർജിയാണ്, അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. ബോഡി റെസ്റ്റിലുള്ള എനർജി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലൊക്കെ ബോഡി നിൽക്കുമ്പോഴുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. The kinetic energy of a body of mass m moving with a velocity v എന്ന് പറഞ്ഞാൽ half mv². പണ്ട് തൊട്ടേ അറിയാവുന്ന ഇക്വേഷൻ ആണിത്, half mv². Kinetic energy of a body of mass m moving with a velocity v, ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ kinetic energy half mv². പിന്നെ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ, അതായത് വെയിറ്റ് W ഉള്ള ഒരു ബോഡി ഒരു ഹൈറ്റ് h നിൽക്കുകയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. mg എന്താ അറിയില്ല, വെയിറ്റിനെ മാറ്റുന്നതാണ് mg, മാസ് ഇൻ ഗ്രാവിറ്റി. പർട്ടിക്കുലർ ഹൈറ്റ് h ഹെൽഡ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. ഓക്കെ,
ഇനി വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. The work energy principle states that the work done by a system of force acting on a body during a displacement is equal to the change in kinetic energy of the body during the same displacement. Work done by a system of force acting on a body during a displacement is equal to the change in kinetic energy of the body during the same displacement. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും എന്ന്. അതിന്റെ ചെറിയൊരു പ്രൂഫാണ് താഴെ കാണിച്ചിരിക്കുന്നത്, അത് നോക്ക്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി u. Let s, capital S, be the displacement of the body and v be the final velocity. u initial velocity, v final velocity ആണ്. f എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഓഫ് ഫോഴ്സ് ആണ്. then resultant of force f is equal to mass into acceleration. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. ഇനി ആക്സിലറേഷൻ അറിയാലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി. പിന്നെ ആ വി നമ്മൾ ഡി എസ് ബൈ ഡി ടി ഒരു ഡി എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വി ആണ്. ഫോർ എ ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ്. ഇത് ഓർത്തിരിക്കണം. എ ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ എഫിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു ഡി എസ് ഇസ് ഇക്വൽ ടു എം വി ഡി വി എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ തന്നെ ബോത്ത് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ലാസ്റ്റ് 1/2 mv² മൈനസ് 1/2 mv² എന്ന് കിട്ടും. അതായത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിൽ തന്നെ ഡെറിവേഷൻ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബുക്കിലോട്ട് നോട്ട് ചെയ്ത് വെക്ക്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 1/2 mv² മൈനസ് 1/2 mu². ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, സ്മോൾ യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനിയപ്പം അടുത്തത് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ ആണ്. അപ്പം വർക്ക് എനർജി ഇക്വേഷൻ മനസ്സിലായല്ലോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ് നമുക്ക് അവസാനം കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ഇമ്പൾസും മൊമെന്റവും നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഈ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഫോഴ്സിനെയും മാസ്, വെലോസിറ്റി, ടൈം ഇതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു ലാർജ് ഫോഴ്സ് ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന് കേട്ടിട്ടില്ല, പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിനൊക്കെ ഇമ്പൾസീവ് റിയാക്ഷൻ എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരാൾ ഇടിക്കാൻ നമ്മൾ പെട്ടെന്ന് അത് തടയുന്നതിനൊക്കെ, അപ്പൊ നമുക്ക് ഇമ്പൾസീവ് റേറ്റ് കൂടുതലാന്ന് പറയും നമുക്ക്. അപ്പം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദി ഇമ്പൾസീവ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ടൈം ഇന്റർവൽ T1 to T2 നമ്മൾ ഇന്റഗ്രൽ ഓഫ് T1 T2 എഫ് ഡി ടി എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ. If the resultant force acting on a body of mass m, then ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയാം. ഈ ചെറിയൊരു ഡെറിവേഷൻ നോക്കിയിരിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എം. ആക്സിലറേഷൻ നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, ദാറ്റ് ഇസ് ഡി ബി ബൈ ഡി ടി. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അവിടെ ആക്സിലറേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി എന്ന് കിട്ടും. അതായത് എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി. ഇത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. കണ്ടോ, ഇവിടെ ഉള്ള ആ എം വി വന്നില്ലേ, ആ പ്രൊഡക്റ്റ് ഓഫ് മാസും വെലോസിറ്റിയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി is known as momentum. Then ഫോഴ്സിനെ എങ്ങനെ പറയാം? Then resultant force is equal to the rate of change of momentum എന്ന് പറയാം. d by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ, m into v എന്ന് പറഞ്ഞാൽ momentum. Therefore resultant of force is the rate of change of momentum of that body എന്ന് പറയാൻ പറ്റും. ഇനി അതിനെ d by dt of m into v, ഇനി dt ഇപ്പോൾ f dt into d into m നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, m dv and അതിന്റെ ടൈം ലിമിറ്റ് കൊടുക്കുക. അവസാനം എഫ് ടി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വി ടു മൈനസ് വി വൺ കിട്ടും. അത്
ഈ എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ഇമ്പൾസ് ആണ് ഈ എഫ് ടി. Therefore, impulse is equal to final momentum minus initial momentum. M(V2) എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം ആണ്, M(V1) എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ മൊമെന്റവും ആണ്. Therefore, impulse is equal to final momentum minus initial momentum. ഇനി യൂണിറ്റ് ഓഫ് ഇമ്പൾസിനെ ന്യൂട്ടൺ സെക്കൻഡ് എന്നും യൂണിറ്റ് ഓഫ് മൊമെന്റത്തിനെ അതും കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്, അതും ന്യൂട്ടൺ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, യൂണിറ്റ് മൊമെന്റത്തിന്റെ അല്ലെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. നോട്ട് വെക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നമുക്ക് രണ്ട് എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി വെയിങ് 40 ന്യൂട്ടൺ drops freely from a height of 50 meter and penetrates into the ground by 100 centimeter. Find the average resistance to the penetration and time of penetration. അതൊരു ബോഡി മേളിൽ നിന്ന് താഴേക്ക് ഇടുകയാണെങ്കിൽ ആ ബോഡി ഒരു 100 മീറ്റർ വരെ പെനിട്രേറ്റ് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ആ പെനിട്രേറ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള റെസിസ്റ്റൻസ്, നമ്മൾ നേരത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് പെനിട്രേഷൻ എതിരായിട്ടുള്ള റെസിസ്റ്റൻസും എത്ര സമയം കൊണ്ട് ആ 100 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തെന്നുള്ള ടൈമുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. വെലോസിറ്റി വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2gh എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. വി സ്ക്വയർ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സിൽ നമ്മൾ പഠിച്ചാണ്. വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2gh. ഇവിടെ ബോഡി ഡ്രോപ്പ് ചെയ്യാണ്, അതായത് ഫ്രീലി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. therefore v square is equal to 2gh കിട്ടും. അങ്ങനെയാണ് v is equal to root of 2gh വന്നിരിക്കുന്നത്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, h തന്നിട്ടുണ്ട്, g നമുക്കറിയാം 9.81. അപ്പൊ നമുക്ക് v is equal to 31.32 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും v. ദെൻ ഈ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി 0 ആയിരിക്കും, കാരണം പെനിട്രേറ്റ് ചെയ്ത് 100 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തെന്ന് പറയുന്നു. 100 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി റെസ്റ്റിലേക്ക് എത്തും. അപ്പം വെലോസിറ്റി ഓഫ് ബോഡി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 100 സെന്റിമീറ്റർ 0 ആണ്. ഇനി നമുക്ക് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഉണ്ട്, അതായത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. therefore work done, let P be the average resistance of penetration. നമ്മൾ P ആയിട്ട് എടുത്തു. നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ അറിയാം, mg ഇൻറ്റു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഈ എന്താണ് 100 സെന്റിമീറ്ററെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണേ, ഞാൻ പറയാൻ വിട്ടുപോയി. 100 സെന്റിമീറ്റർ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മീറ്റർ കിട്ടും. അപ്പം 1 മീറ്റർ ആണ് ഡിസ്റ്റൻസ്, പെനട്രേഷന്റെ ഡിസ്റ്റൻസ്. ഇവിടെ അപ്പൊ എന്തൊക്കെ ഫോഴ്സുകളുണ്ട്? mgx എന്ന് പറഞ്ഞാൽ ഫോഴ്സും, പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് px എന്ന് പറഞ്ഞാൽ എന്താണ്, പെനട്രേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ പെനട്രേഷൻ ഫോഴ്സ് പറയുന്നത്. പി ഇൻറ്റു എക്സ് വരും, അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് mgx മൈനസ് പി ഇൻറ്റു എക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജിയാണ് 1/2 mv² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്നറിയാമല്ലോ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. 1/2 mvt² മൈനസ് v². അത് 100 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവും, v2 0 ആവും. v1 നമുക്ക് കിട്ടിയായിരുന്നു 31.32. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/2 ഇൻറ്റു ഈ മാസ് നോക്ക്, m 40 ഡിവൈഡ് ബൈ 9.81 ആണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണ്, ഇവിടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റിനെ കണ്ടോ, 40 ന്യൂട്ടൺ എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ന്യൂട്ടണിൽ തന്നു കഴിഞ്ഞാൽ 9.81 വെച്ച് ഡിവൈഡ് ചെയ്യണം. 1/2 ഇൻറ്റു 40 ബൈ 9.81, v2 0, v1 കൊണ്ട് is equal to m 40 into g 9.81 into m എന്ന് പറഞ്ഞാൽ എന്താണ് 40 ബൈ 9.81 ആണ്, ഇൻറ്റു ജി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആയിരുന്നു, അതിനെ മാറ്റിയപ്പോൾ 1 മീറ്റർ കിട്ടി. പി ഇൻറ്റു 1 മീറ്റർ, അവിടെ നമുക്ക് പി കിട്ടും 2039.88 ന്യൂട്ടൺ എന്നാണ് പിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് ഇമ്പൾസ് മൊമെന്റം ഉപയോഗിച്ചിട്ട് ടി കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്താണ്, എഫ് ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു v2 മൈനസ് v1. ഇപ്പൊ കണ്ടതാണ്. ദാറ്റ് ഈസ് എഫ് ഇസ് ദ റിസൾട്ടന്റ് ഓൺ ദ ബോഡി, അതായത് എം ജി മൈനസ് പി. ഓക്കെ, 40 എഫ് ഇങ്ങനെ കിട്ടും ഫോഴ്സ്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് ഈ ഫോഴ്സ് ഇൻറ്റു എക്സ് വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നല്ലോ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, അതാണ് എം ജി ഇൻറ്റു എക്സ് വന്നത്. ഓർത്തിരുന്നോളാം. ഇവിടെ ഫോഴ്സ് വരുമ്പോൾ എം ജി മാത്രമേ ഉള്ളൂ. ഫോർ എഫ് സികളിൽ എം ജി മൈനസ് പി. ഇവിടെ മാസ് ന്യൂട്ടണിലായതുകൊണ്ട് 40/9.81 ഇൻറ്റു 9.81 മൈനസ് പി കിട്ടും. നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും എഫിന്റെ. അത് ഈക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഇൻറ്റു ടി ഇസിക്വൽ ടു എമ്മും വിയും എല്ലാം ഉണ്ട്. അതിന് നമുക്ക് ടൈം ഇസിക്വൽ ടു 0.064 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം. An automobile weighing 25 kN is moving at a speed of 60 km/h. When the brakes are fully applied, causing all four wheels to skid, determine the time required to stop the automobile. The coefficient of friction between road and tire is 0.5 എന്ന് തന്നിട്ടുണ്ട്. ഓട്ടോമൊബൈലിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത് 60 km/h. അവിടെ നമ്മൾ V1 വെച്ചാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റുന്നതാണ് ഈ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് km/s മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈനൽ വെലോസിറ്റി എന്താണ്? ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ബോഡി റെസ്റ്റിലേക്ക് എത്തിയാണ്. ഫൈനൽ വെലോസിറ്റി ഈസ് 0. V2 ആണ് ഇവിടെ ഫൈനൽ വെലോസിറ്റി കൊടുത്തിരിക്കുന്നത്. V2 0 കിട്ടി. പിന്നെ ദ ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഇസിക്കൽ ടു മ്യൂ ഇൻറ്റു RN ആണ്. കാര്യം എന്താ? ഇവിടെ ഫ്രിക്ഷൻ ആണ് ഉള്ളത്, ബോഡി റോഡിലുള്ള ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഇൻറ്റു ദ റിയാക്ഷൻ ഫോഴ്സ് ആണ്. F ഇസിക്കൽ ടു മ്യൂ RN. RN എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആണ്. വെയിറ്റും നോർമൽ റിയാക്ഷൻ ഇവിടെ ഈക്വൽ തന്നെയാണ്. അതാണ് നോർമൽ റിയാക്ഷൻ ഇസിക്കൽ ടു വെയിറ്റ് ഓഫ് ഓട്ടോമൊബൈൽ വരുന്നത്. അപ്പം വെയിറ്റ് ഓഫ് ഓട്ടോമൊബൈൽ 25 kN ആണ് വന്നിരുന്നത്. 25 × 10⁻³ ന്യൂട്ടൺ. എഫിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂ വന്നിട്ടുണ്ട്, RN ഉണ്ട്. അപ്പൊ F ഇസിക്കൽ ടു 12.5 കിട്ടും. ഇനി നമുക്ക് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷനിലോട്ട് കൊടുക്കുക. F × T ഇസിക്കൽ ടു M × V2 - V1. ഇതാണ് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ. F ഉണ്ട്, T ആണ് കണ്ടുപിടിക്കേണ്ടത്, മാസ് ഉണ്ട്, V2 V1 ഉണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ T ഇസിക്കൽ ടു 3.4 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് ഇൻ കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. നമ്മളിപ്പോൾ ഇത് തുടങ്ങിയത് എവിടെയായിരുന്നു പറഞ്ഞോ? തുടങ്ങിയത് മാർക്കോവസ്കി ഇക്വേഷൻസ് ഇൻ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഇവിടെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് ഇൻ കർവിലീനിയർ ട്രാൻസ്ലേഷൻ ആണ് ഇന്നുള്ളത്. ഓക്കെ, അതൊരു പാർട്ടിക്കിൾ ഏതെങ്കിലും ഒരു മൂവ് ചെയ്യുമ്പോൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഒരു പാർട്ടിക്കിൾ ഏതൊരു വസ്തുവും മൂവ് ചെയ്യുന്നത്, ആ പാത്ത് കർവ് ആണെങ്കിൽ അതിനെ കർവിലീനിയർ മോഷൻ എന്ന് വിളിക്കും. പിന്നെ ഈ കർവ്ഡ് പാത്ത് ഒരു ലൈനിലാണ്, ഒരു പ്ലെയിനിലാണെങ്കിൽ മോഷൻ ഈസ് കോൾഡ് പ്ലെയിൻ കർവിലീനിയർ മോഷൻ. When the curve is circular, the motion is called circular motion or motion of rotation. Okay, basics ആണ്. പിന്നെ ഇത് ഡിഫൈൻ ദ മോഷൻ. ഇതിനെ എക്സും വൈ ആക്സിസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അതായത് ദ ഫങ്ഷൻ ഓഫ് ടൈമിലായിരിക്കും ഇനി അതിന്റെ പൊസിഷൻ, നമ്മൾ ആ ബോഡിയുടെ പൊസിഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബോഡിയെ ഡിനോട്ട് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്ലെയിനിലുള്ള ആ ബോഡിയുടെ പൊസിഷനിലായിരിക്കും, എക്സും വൈയും ആക്സിസിൽ. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ F1 ഓഫ് ടിയും വൈ എന്ന് പറഞ്ഞാൽ F2 ഓഫ് ടിയുമാണ്. X is equal to F1 of t represents the rectilinear motion along the x-axis of projection Px of the particle P moving along the curved path. Okay. ഇങ്ങനെയാണ് ആ ഫിഗർ എങ്കിൽ ഇതാണ് കർവ്ഡ് പാത്ത്, ബോഡി മൂവ് ചെയ്യുന്ന പാത്തിന്റെ കർവ്ഡ് ആണിത്. അപ്പൊ പി ആണ് അതിന്റെ പ്രൊജക്ഷൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ പി എക്സ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പി വൈയും.
Then the displacement of P in delta t seconds, നമ്മൾ displacement delta s ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. അതായത് എക്സ് ആക്സിലും വൈ ആക്സിസിനും കൂടെ ഉള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് തിയറി ആണ്, നിങ്ങൾ നോക്കിയിരിക്കുക. വി എക്സ് വി വൈ ഇക്വേഷൻ ഒക്കെ ചെയ്തു നമുക്കിവിടെ ഇങ്ങനെ കിട്ടും. കണ്ടല്ലോ, ഡി എസ് ബൈ ഡി ടി ഇസിക്കലും ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വൈ ബൈ ഡി ടി എന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ നോക്ക് ടോട്ടൽ വി, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ടോട്ടൽ വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് കിട്ടും. അതായത് വെലോസിറ്റി അലോങ് ദ എക്സും വെലോസിറ്റി അലോങ് ദ വൈയും ആണ് എക്സും വി എക്സും വി വൈ. അപ്പോൾ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി നമ്മൾ തീറ്റ വെച്ച് ഡിനോട്ട് ചെയ്തത് ടാൻ ഇൻവേഴ്സ് വി വൈ ബൈ വി എക്സ് ആണ്. ഡിനോട്ട് ചെയ്ത് നോക്കുക. ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. Then the direction of velocity theta is equal to tan inverse vy by vx. Similar ആണ് ആക്സിലറേഷനും. ആക്സിലറേഷൻ അറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഇപ്പോൾ ഡി വി ബൈ ഡി ടി ആണ് ആക്സിലറേഷൻ, ഡി വി ബൈ ഡി ടി. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഡി വി എക്സ് ബൈ ഡി ടി, എ വൈ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആയിരിക്കും. ഈ ലിമിറ്റ് ടി ടെൻഡ്സ് ടു 0 ഇവിടെ എഴുതിയേക്കുന്നുണ്ടല്ലേ, ഈ വെലോസിറ്റി അതുപോലെ ആക്സിലറേഷൻ ഉണ്ട്. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മ കാണും. അപ്പം ഇവിടെയും ആക്സിലറേഷൻ, ദ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയറും പിന്നെ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സും ആണ്. ഓക്കെ, സിമിലർ വെലോസിറ്റി പോലെ തന്നെയാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയറും തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സും ആണ്. ഓക്കെ, in normal and tangential acceleration ആണ് ഫിഗർ കണ്ടല്ലോ. അതായത് നോർമലും ടാൻജൻഷ്യലും ആക്സിലറേഷനും ഉണ്ട്. അതായത് ഈ കേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റിസോൾവ് ചെയ്യായിരുന്നു. അതിന് പകരം ടാൻജൻഷ്യൽ പാത്തിലും, അതായത് ബോഡിയുടെ ഒരു കർവുണ്ടല്ലോ അതിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള പാത്തിലും അതിന്റെ നോർമലായിട്ട് ഉള്ള പാത്തിലും ഉള്ള ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ, നോർമൽ ആക്സിലറേഷൻ എന്നും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇനി നോർമലിനെ എ എൻ എന്നും ടാൻജൻഷ്യൽ ആക്സിലറേഷനെ എ ടി എ സഫിക്സ് ടി വെച്ചുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് എ എൻ ആൻഡ് എ ടി റെസ്പെക്റ്റീവ്ലി കാണിച്ചിട്ടുണ്ടല്ലോ. Therefore, total acceleration എന്ന് പറഞ്ഞാൽ total magnitude of acceleration A is equal to root of an square plus at സ്ക്വയറും തീറ്റ എന്ന് പറഞ്ഞാൽ tan inverse an by at ആണ് ഡിനോട്ട് ചെയ്യുക. നോർമലും ടാൻജൻഷ്യലും തന്നിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ is equal to root of an square plus at സ്ക്വയർ, tan theta is equal to തീറ്റ അതായത് ഡയറക്ഷൻ is equal to tan inverse an by at. ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, കൺസിഡർ പ്ലോട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കെ ഉണ്ട്, ഡിവൈഡിങ് ബൈ ഡി ടി. നിങ്ങൾ നോക്കണം ഇത്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം. വെൻ ഡി ടി ടെൻഡ്സ് ടു 0, ആക്സിലറേഷൻ എ ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഓർ ആർ ഇൻറ്റു ആൽഫ. ഓക്കെ, ഓക്കെ, ആർ ഇൻറ്റു ആൽഫ ആണ്. ഈ ആൽഫ എന്താന്ന് മനസ്സിലായല്ലോ, ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്. ഈ ഒമേഗ ആണ് നമ്മളിവിടെ ഈ കർവ് ലീനിയർ പാത്ത് വരുമ്പോൾ കാണിക്കുന്നത് കണ്ടോ, ഒമേഗയാണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആൽഫ എന്ന് പറയുന്നത്. ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗയാണ് ആൽഫ. therefore acceleration is equal to r into alpha എന്ന് കിട്ടും. ഓക്കെ, okay, r into alpha. A tangential component is due to the change in magnitude of velocity. When a particle moves with uniform velocity ആകുമ്പോൾ ഈ tangential component of acceleration 0 ആയിരിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 ആയിരിക്കും.
ഇതിപ്പോൾ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷനാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ചെയ്യുകയാണ്. അതും നമുക്ക് നോക്കാം. ആക്സിലറേഷൻ നോർമൽ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ എന്ന് കിട്ടും. ആക്സിലറേഷൻ അലോങ് ദ നോർമൽ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ആക്സിലറേഷൻ അലോങ് നോർമൽ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ആർ. ഈ ആക്സിലറേഷൻ അലോങ് നോർമലും ടാൻജൻഷ്യലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഒരു തിയറി പോർഷൻ ഉണ്ട് നോക്ക്. The normal component of acceleration is due to change in direction of velocity, and hence when a particle moves along a straight path, the normal component of acceleration 0 ആയിരിക്കും. നമ്മളിവിടെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 പറയുന്ന കേസായിരുന്നു. എന്താണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ when a particle moves along a straight pathലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നോർമൽ കമ്പോണന്റ് 0 ആയിരിക്കും. The normal component of acceleration is always directed towards the center of rotation. It is also called centripetal component of acceleration divided by AC. അത് നോർമൽ കമ്പോണന്റ് അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നും പറയാവേ. AC ക്വസ്റ്റനിൽ ഒന്നെങ്കിൽ നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ചോദിക്കുക അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിലുള്ള തിയറി പോർഷൻ ഉള്ളത്. ഇനിയും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് നമുക്ക് ചെയ്യാം, കുറച്ച് ഇതുപോലെ PDF നമുക്ക് നോക്കാം. എല്ലാം കൂടെ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ഓക്കെ, ഇതുപോലെ ഈ എക്സും വൈയും പോലുള്ള കമ്പോണന്റ് വരുന്നതിന്റെ എല്ലാം തിയറി പോർഷൻ ആയിട്ട് അല്ല PDF ആയിട്ട് തന്നെ നോക്കാം. നമുക്കല്ലാതെ ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ തിയറി പോർഷൻ ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതിന്റെ ഒരു ബേസ് എന്താണ്, രണ്ട് പ്രോബ്ലം കൂടെ നോക്കാമേ. പ്രോബ്ലം പല ടൈപ്പ് ഉണ്ട്. തിയറട്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, അല്ലാത്ത പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. തിയറട്ടിക്കൽ പ്രോബ്ലം നമുക്ക് PDF ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. The motion of a particle is described by the following equation: x is equal to 2 into t plus 1 the whole square and y is equal to 2 by t plus 1 the whole square. Show that the path traveled by the particle is rectangular hyperbola. Find the velocity and acceleration of particle t is equal to 1 second. Velocity acceleration കണ്ടുപിടിക്കാനാണ്. പാത്ത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് തെളിയിക്കുക വേണം. ഇപ്പൊ ആദ്യം എക്സും വൈയും തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ് ഇൻറ്റു വൈ ചെയ്യുക. കാരണം എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നതെങ്കിൽ പാത്ത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അവിടെ എക്സും വൈയും ചെയ്യുക. പാത്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇതിന്റെ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 2 into t plus 1 the whole square and y is equal to 2 by t plus 1 the whole square. അത് രണ്ടുകൂടെ ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ ഈ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, 4 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പാത്ത് ട്രാവൽഡ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നു. ഇനി നമുക്ക് ആക്സിലറേഷനും വെലോസിറ്റി ആണ് വേണ്ടത്. വെലോസിറ്റി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് എക്സ് ഡി എക്സ് ബൈ ഡി ടി ചെയ്താൽ വെലോസിറ്റി കിട്ടും. ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എക്സും വൈയും കമ്പോണന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഇൻ എക്സ് കമ്പോണന്റും വെലോസിറ്റി ഇൻ വൈ കമ്പോണന്റും കണ്ടുപിടിക്കണം. ആക്സിലറേഷനും ഇൻ എക്സ് ആൻഡ് ആക്സിലറേഷൻ ഇൻ വൈ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സ് എടുത്തു, 2 into t plus 1 the whole square. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ബൈ ഡി ടി. ഇതിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം 2 into 2 into t plus 1 4 into t plus 1 എന്ന് കിട്ടും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പിന്നെയും ബൈ ഡി ടി ചെയ്താൽ മതി. ഡി വി ബൈ ഡി ടി ചെയ്യുമ്പോൾ 4 meter per second square കിട്ടും. വെലോസിറ്റി കിട്ടി, 4 കിട്ടി. ഇനിയും നോക്കാം, ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ടൈം t is equal to 1 second ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ടിക്ക് 1 കൊടുത്താൽ വെലോസിറ്റിയും 8 meter per second square കിട്ടും, 8 meter per second കിട്ടും. അപ്പൊ ആക്സിലറേഷനും വെലോസിറ്റിയും കിട്ടി. ഇനി സിമിലർലി y എടുത്തു, y is equal to 2 by t1 plus whole square ആണ്. dy by dt ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി along y ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇതാണ് വാല്യൂ. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dv/dt ഇത്രയും കിട്ടും. ഇനി അറ്റ് ടൈം t = 1 സെക്കൻഡ് ആണ്. ഇവിടെ കൊടുക്കുമ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ വെലോസിറ്റിയും ഈ ആക്സിലറേഷൻ ഇക്വേഷന് ടിക്ക് 1 കൊടുക്കുമ്പോൾ ആക്സിലറേഷനും കിട്ടുന്നു. ഓക്കെ, ഇനിയും ഉള്ളത് ആക്സിലറേഷനും വെലോസിറ്റിയും ആഫ്റ്റർ 1 സെക്കൻഡ് കണ്ടുപിടിക്കണം. ഇത്രയാണ് നമ്മൾ ബേസിക് കണ്ടുപിടിച്ചു. ഇനി വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ v = √(vx²+ vy²) ആണ്. നമ്മൾ തിയറി ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ വെലോസിറ്റി v = √(vx²+ vy² ചെയ്യുക, ഇത് കിട്ടും. ആക്സിലറേഷനും അതുപോലെ തന്നെ a = √(ax²+ ay² ചെയ്യുക, ആക്സിലറേഷൻ കിട്ടും. നമ്മൾ തിയറി പറഞ്ഞതാണ്, ഓർമ്മ ആണല്ലോ. ഇതാണ് തിയറി, നമ്മളിവിടെ പറഞ്ഞതാണ്. ആക്സിലറേഷൻ ax² + ay², വെലോസിറ്റി v = vx² + vy² ഇവിടെ ചെയ്തതാണ്. ആ ഇക്വേഷൻ ആണ് ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലം നോക്കാം. ഇവിടെ പറയാം, രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു, രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നതെങ്കിൽ റെക്ടാംഗിൾ ഹൈപ്പർബോള ആയിരിക്കും അതിന്റെ പാത്ത്. ഇനിയും dv/dt വിയും ആക്സിലറേഷനും എല്ലാം എക്സും വൈയും ആദ്യം കണ്ടുപിടിക്കണം. എക്സ് വന്നിട്ടുണ്ട്, വൈ വന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഞാൻ dx/dt ചെയ്താൽ മതി. പിന്നെ ആക്സിലറേഷൻ dv/dt അറ്റ് ടൈം t = 1 സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. സെയിം പാറ്റേണിൽ dy/dt ചെയ്യുക. എന്നിട്ട് അവസാനം √(vx² + vy², √(ax² + ay² ചെയ്താൽ വെലോസിറ്റിയും ആക്സിലറേഷനും കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് ചെയ്യാവേ. Okay, a particle moves with a constant speed of 6 m/s along the parabolic path y = kx². Determine its acceleration at a point 10 m, 5 m on the parabola. രണ്ട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, അവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുക. Since the particles moves with constant speed എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, its tangential component of acceleration is 0. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇവിടെ നോക്കി കർവ്ഡ് പാത്താണ് വന്നിരിക്കുന്നത്. പരാബോളിക് പാത്ത് വന്നപ്പോൾ ഇവിടെ tn-ഉം ആക്സിലറേഷൻ an-ഉം at-യുമാണ് വേണ്ടത്, നോർമലും ടാൻജൻഷ്യൽ കമ്പോണന്റും ആണ്. പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയും തന്നിരിക്കുന്നുണ്ട്. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ സിൻസ് ദ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, ടാൻജൻഷ്യൽ കമ്പോണന്റ് is 0. ദെൻ നോർമൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ v² small p ആണ്, where p is the radius of curvature of the path. ഓക്കെ, തന്നിരിക്കുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ y = kx² ആണ്. ഇനിയും അറ്റ് ഡിസ്പ്ലേസ്മെന്റ് അതിലുണ്ട് 10 മീറ്ററും 5 മീറ്ററും, അതായത് x10-ഉം y5-ഉം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 = k × 10², കെയുടെ വാല്യൂ നമുക്ക് കിട്ടും 1/20. അവിടെ k 1/20 കിട്ടി. അത് പിന്നെയും ആ ഇക്വേഷനിലോട്ട് കൊടുത്താൽ y = 1/20x² എന്ന് പറഞ്ഞാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഇതാണ് ആ പരബോളിക് പാത്ത് നമ്മൾ വരച്ചിരിക്കുന്നത്. 10-ഉം 5-ഉം ആണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ഇതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. വൈക്ക് പകരം x²/20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം y x²/20 ആണ്. dv/dx ഇതും d²y/dx² 1/10 ആണ്. ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ അവസാനം x-ന് 10 മീറ്റർ കൊടുക്കുക. x-ന് 10 മീറ്റർ കൊടുക്കുമ്പോൾ റോ കിട്ടും. നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ v²/ρ ആണ്. നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v²/ρ. അത് ചെയ്യുക. 6²/28.28 ആക്സിലറേഷൻ, അപ്പോൾ നോർമൽ ആക്സിലറേഷൻ കിട്ടും. ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ an² + at² ആണ്. at 0 ആയതുകൊണ്ട് √(an²) തന്നെയാണ് ആക്സിലറേഷൻ.
ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് മാത്രം നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ളൂ. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, പിന്നെ നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഇക്വേഷൻ ഉണ്ട്. rho square by v square by p small letter p. ഓക്കെ, ഇനി ബാക്കി പ്രോബ്ലം നമുക്ക് ബുക്കിൽ ചെയ്യാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ ഇക്വേഷൻസ്.